Hello friends, welcome to Stu Trend. We will talk about the difficult and the chapter. Korea request to the 10th chapter video. So, the 10th chapter is Wave Optics in the chapter. So, if you have a channel, subscribe to the channel, videos, friends, and share it. പിന്നെ ഒരു കാര്യം നമ്മുടെ ഇന്റൻസ് റാപ്പിഡ് കോഴ്സിന്റെ സെക്കൻഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ അപ്ഡേറ്റ്സ് പൂജ ഇട്ടായിരുന്നു. സോ അങ്ങനെ ആർക്കെങ്കിലും ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലെല്ലാം നമ്മളെ കോൺടാക്ട് ചെയ്താൽ ആ ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഒട്ടും വൈകിപ്പിക്കുന്നില്ല, നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കാണ് വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. വേവ് ഫ്രണ്ട് എന്താണ്? വേവ് ഫ്രണ്ട് ടെക്സ്റ്റ് ബുക്കിലെല്ലാം നിങ്ങൾക്ക് ഒരു വലിയ ഡെഫിനിഷൻ ആയിരിക്കും ഉണ്ടാവുക. വേവ് ഫ്രണ്ട് ഈസ് ദ locus of all point having the same phase of vibration എന്ന് പറയുന്ന ഡെഫിനിഷൻ. Locus of all point having the same phase of vibration. ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഡെഫിനിഷൻ ഒരിക്കലും മഗ്ഗപ്പ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാം. സോ നമ്മളൊരു സോഴ്സ് കൺസിഡർ ചെയ്യാം. സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റിന്റെ സോഴ്സ്. ലൈറ്റ് ഇപ്പോൾ ലൈറ്റിന്റെ സോഴ്സ് നമുക്കൊരു ഉദാഹരണം എന്താണ്? ഒരു ബൾബാണ് ലൈറ്റിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ ഒരു പോയിന്റ് സോഴ്സ് കൺസിഡർ ചെയ്യാം. സോഴ്സ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പോയിന്റ് സോഴ്സ് ആണ്. സോ ഈ പോയിന്റ് സോഴ്സ് എന്ന് വരുന്ന ലൈറ്റ് റേസ് എങ്ങനെയായിരിക്കും? എല്ലാ ഡയറക്ഷനിലും ഉണ്ടാവും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഈ പോയിന്റ് സോഴ്സ് എന്ന് വരുന്ന ലൈറ്റ് റേസ് എല്ലാ ഡയറക്ഷനിലും ഉണ്ടാവും. ഞാൻ അത്തരത്തിൽ ഇതിന്റെ ലൈറ്റ് റേസ് ഞാൻ വരയ്ക്കുകയാണ് കേട്ടോ. പോയിന്റ് സോഴ്സ് എന്നുള്ള ലൈറ്റ് റേസ് വരച്ചു എല്ലാ ഡയറക്ഷനിലും. ഇതാണ് ലൈറ്റ് റേസ് എന്ന് പറയുന്നത്. സോ ലൈറ്റിന്റെ വെലോസിറ്റി എന്താണ്? നമുക്കറിയാം നോർമൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് വി എന്നാണ് ഡിനോട്ട് ചെയ്യുക. ലൈറ്റിന്റെ വെലോസിറ്റി നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഈക്വൽ ടു സി എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ലൈറ്റിന്റെ വെലോസിറ്റി നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? സി എന്നാണ് ഡിനോട്ട് ചെയ്യുക. അതിന്റെ വാല്യൂ ഒക്കെ നമുക്കറിയാം 3 × 10⁸ ആണ് മീറ്റർ പെർ സെക്കൻഡ് നമുക്കറിയാം. സോ അതൊന്നും ഞാനിവിടെ പറയുന്നില്ല, അതൊന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല. ഒരു പോയിന്റ് സോഴ്സ് എന്നുള്ള ലൈറ്റ് റേസ് ഞാൻ ചുറ്റും വരച്ചു കഴിഞ്ഞു. അതിന്റെ വെലോസിറ്റി എന്ന് പറയും, എല്ലാത്തിന്റെയും വെലോസിറ്റി എന്താണ്? സി ആണ് ഇതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. അതുകൂടി ഞാൻ എഴുതുന്നുണ്ട്. വെലോസിറ്റി ഓഫ് ലൈറ്റ് റേസ് ഈസ് സി. ദെൻ ടി എന്ന് പറയുന്ന ടൈം നമ്മൾ കൺസിഡർ ചെയ്യണം. ടി എന്ന് പറയുന്ന ടൈം, വെലോസിറ്റി കൺസിഡർ ചെയ്യണം, ടി എന്ന് പറയുന്ന ടൈം നമ്മൾ കൺസിഡർ ചെയ്യണം. എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ പറയുന്ന റേസ് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ, ടി എന്ന് പറയുന്ന സമയത്തിൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകണം. വെലോസിറ്റിയും ടൈമും നമുക്കറിയാം. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഈ ടി എന്ന് പറയുന്ന സമയത്തിൽ ലൈറ്റ് റേസ് എല്ലാം പർട്ടിക്കുലർ ഡിസ്റ്റൻസിലായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ നോട്ട് ചെയ്യാൻ കേട്ടോ. ഇതാണ് ആ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഞാൻ നോട്ട് ചെയ്യുന്നത്. എല്ലാ റേസും ടി എന്ന് പറയുന്ന സമയത്തിലുള്ള ഡിസ്റ്റൻസ് ആണ് നോട്ട് ചെയ്തത്. ഇപ്പൊ ഈ 1 എന്ന് പറയുന്ന റേയിൽ ടി എന്ന് പറയുന്ന സമയത്തിൽ എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. സെയിം വേ ഇവിടെ 2 എന്ന് പറയുന്ന റേ ടി എന്ന് പറയുന്ന ടൈമിലുള്ള ഡിസ്റ്റൻസ് കവർ ചെയ്തായിരിക്കും, ഇതായിരിക്കും സെയിം വേ. അപ്പൊ എല്ലാ റേസും ടി എന്ന് പറയുന്ന ടൈമിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഞാൻ എന്ത് ചെയ്തു? നോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി അടുത്ത ഒരു പ്രത്യേകത പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ പോയിന്റിലെല്ലാം പാർട്ടിക്കിൾസ് സെയിം ഫേസ് ഓഫ് വൈബ്രേഷനിലായിരിക്കും. ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ച പോയിന്റിലെല്ലാം പാർട്ടിക്കിൾസ് എങ്ങനെയായിരിക്കും? സെയിം ഫേസ് ഓഫ് വൈബ്രേഷനിലായിരിക്കും. ഒന്നുകൂടി എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. ടി എന്ന് പറയുന്ന ടൈമിൽ ഈ പറയുന്ന ലൈറ്റ് റേസ് എല്ലാം ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലാണ്, നമുക്ക് മനസ്സിലായി. ആ ഡിസ്റ്റൻസ് എല്ലാം ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഈ ഡിസ്റ്റൻസിലെല്ലാം അല്ലെങ്കിൽ ഈ പോയിന്റിലെല്ലാം ലൈറ്റിന്റെ പാർട്ടിക്കിൾസ് സെയിം ഫേസ് ഓഫ് വൈബ്രേഷനിലായിരിക്കും, സെയിം ഫേസ് ഓഫ് വൈബ്രേഷനിലായിരിക്കും. ദെൻ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന പോയിന്റുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്? കണക്ട് ചെയ്യുകയാണ്. ഈ പോയിന്റുകളെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് നമ്മളൊരു എൻവലപ്പ് പോലെ ക്രിയേറ്റ് ചെയ്തു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? വേവ് ഫ്രണ്ട് എന്ന് പറയാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? വേവ് ഫ്രണ്ട് എന്ന് പറയും. ഇപ്പൊ ക്ലിയർ ആയില്ലേ? അതായത് ലൈറ്റിന്റെ പാർട്ടിക്കിൾ സെയിം ഫേസ് ഓഫ് വൈബ്രേഷനിലുള്ള പോയിന്റുകളെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? വേവ് ഫ്രണ്ട് എന്ന് പറയാ. ഇതിന്റെ സോഴ്സ് എന്തായിരുന്നു? പോയിന്റ് സോഴ്സ് ആയിരുന്നു. പോയിന്റ് സോഴ്സ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഓരോ സോഴ്സിനനുസരിച്ചും നമ്മുടെ വേവ് ഫ്രണ്ട് മാറും. സോ ഒരു പോയിന്റ് സോഴ്സ് എന്നുള്ള വേവ് ഫ്രണ്ട് എങ്ങനെയാണ് കിട്ടിയത്? നമുക്ക് സ്പെറിക്കൽ ഷേപ്പിലാണ്. സോ പോയിന്റ് സോഴ്സിന്റെ വേവ് ഫ്രണ്ട് എന്താണ്? സ്പെറിക്കൽ വേവ് ഫ്രണ്ട് എന്നാണ് അറിയപ്പെടുക. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ എന്താണ് വേവ് ഫ്രണ്ട് നമ്മൾ മനസ്സിലായി. വേവ് ഫ്രണ്ട് ഈസ് ദ locus of all points having the same phase of vibration. ഒരേ ഫേസ് ഓഫ് വൈബ്രേഷനിലുള്ള പോയിന്റുകളെല്ലാം അതും ഒരേ ഡിസ്റ്റൻസിലാണെന്ന് മനസ്സിലാക്കണം. ഇവിടെ ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെ എടുത്തതെന്ന് വെച്ചാൽ നമുക്കറിയാം വെലോസിറ്റി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. therefore ഡിസ്റ്റൻസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? വെലോസിറ്റി ഇൻറ്റു ടൈം എഴുതാം. ഡിസ്റ്റൻസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. സോ ടി എന്ന് പറയുന്ന ടൈമിൽ ഈ പറയുന്ന വേവ്
റേസ് അല്ലെങ്കിൽ ഈ പറയുന്ന റേസ് ലൈറ്റിന്റെ റേസ് കവർ ചെയ്ത ഡിസ്റ്റൻസ് എല്ലാം കൂടി നമ്മൾ ഒരു എൻവലപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു വേവ് ഫ്രണ്ട് ക്രിയേറ്റ് ചെയ്തു. ആ വേവ് ഫ്രണ്ട് എന്താണ്? സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആണ്. അതായത് പോയിന്റ് സോഴ്സിൽ ഉണ്ടാവുന്ന വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് സ്പെറിക്കൽ ആണ്. അടുത്തൊരു ടൈപ്പ് ഉണ്ട്. നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് ലീനിയർ ആണെങ്കിൽ, ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ രൂപത്തിലുള്ള, സ്ട്രെയിറ്റ് ലൈൻ ആണോ? സ്ട്രെയിറ്റ് ലൈൻ പോലെ ഒന്നുമില്ല. സോ ഒരു സ്ട്രെയിറ്റ് ലൈൻ രൂപത്തിലുള്ള സോഴ്സ് ആണെങ്കിൽ അതിൽ നിന്ന് വരുന്ന റേസ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? രണ്ട് വശത്തോട്ടും ആയിരിക്കും ഉണ്ടാവുക അല്ലെ? രണ്ട് വശത്തോട്ടും അതിൽ നിന്ന് വരുന്ന റേസ് ഉണ്ടാവും. ഒരു പോയിന്റ് സോഴ്സ് ആകുമ്പോൾ അതിന് ചുറ്റും ഉണ്ടാവുന്ന പോലെ ഒരു ലീനിയർ ആവുമ്പോൾ അതിന്റെ ഈക്വൽ ഡിസ്റ്റൻസിൽ എന്തുണ്ടാവും? അതിന്റെ റേസ് പാസ് ചെയ്യും. ഓക്കെ, അത് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നില്ല. ദെൻ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ലീനിയർ സോഴ്സിൽ നിന്നുണ്ടാവുന്ന റേസ് രണ്ട് വശത്തോട്ടും പോകുന്നത്. നമ്മൾ ഇവിടെയും ടി എന്ന് പറയുന്ന ടൈം കൺസിഡർ ചെയ്യുന്നു, ടി എന്ന് പറയുന്ന ടൈം കൺസിഡർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൽ നിന്ന് വരുന്ന റേസിന്റെ വെലോസിറ്റി നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? സി ആയിട്ട് എടുക്കുന്നു. വെലോസിറ്റി സി ആയിട്ട് എടുക്കുന്നു. ഇവിടെയും നമ്മൾ വെലോസിറ്റി വി അല്ലാട്ടോ, ഇവിടെയും വെലോസിറ്റി സി തന്നെയാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കൺഫ്യൂസ് ആവേണ്ടാണ് ഞാൻ വി കൺസിഡർ ചെയ്തത്. സോ ഇവിടെയും നമ്മൾ വെലോസിറ്റി സി ആയിട്ട് എടുക്കുന്നു. അപ്പൊ സി എന്ന് പറയുന്ന വെലോസിറ്റിയിലാണ് നമ്മൾ ഈ റേസ് രണ്ട് വശത്തോട്ടും പോകുന്നത്. ഇനി നമ്മൾ അടുത്തത് ടി എന്ന് പറയുന്ന ടൈമിൽ ഈ റേസ് കവർ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്തതെന്ന് വെക്കുക. ടി എന്ന് പറയുന്ന ടൈമിൽ ഈ റേസ് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് ഞാൻ ഇവിടെ പോയിന്റ്സ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന പോലെ നമുക്കൊരു എൻവലപ്പ് കൺസിഡർ ചെയ്താൽ അതെങ്ങനെ ഉണ്ടാവും? എൻവലപ്പ് കൺസിഡർ ചെയ്താൽ അതെങ്ങനെ ഉണ്ടാവും? അതൊരു സിലിണ്ട്രിക്കൽ ആയിരിക്കും. അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക? അതൊരു സിലിണ്ട്രിക്കൽ ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? എങ്ങനെയാണ് സിലിണ്ട്രിക്കൽ ഷേപ്പ് കിട്ടിയെന്ന് മനസ്സിലാക്കുക. അതായത് ടി എന്ന് പറയുന്ന സമയത്ത് ഈ പറയുന്ന ലൈറ്റ് റേസ് കവർ ചെയ്ത ഡിസ്റ്റൻസിനെ ഞാനൊരു എൻവലപ്പിൽ ഇട്ടു. ഈ പറയുന്ന പോയിന്റ്സിന്റെ പ്രത്യേകത ഇവിടത്തെ പോലെ തന്നെ ആയിരിക്കും അവിടെയും. ഈ എല്ലാ പോയിന്റ്സും സെയിം ഫേസ് ഓഫ് വൈബ്രേഷനിലായിരിക്കും. നമ്മളിവിടെ ടി എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ കവർ ചെയ്ത ആ പോയിന്റ്സ് ഉണ്ടല്ലോ, ആ പോയിന്റ്സ് എല്ലാം, ആ ഡിസ്റ്റൻസ് വരുന്ന പോയിന്റ്സ് എല്ലാം സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ അതിനെ ഞാനൊരു എൻവലപ്പ് ക്രിയേറ്റ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് ഷേപ്പ് കിട്ടി? സിലിണ്ട്രിക്കൽ ഷേപ്പ് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ലീനിയർ ലൈറ്റ് സോഴ്സ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന വേവ് ഫ്രണ്ട് എങ്ങനെയായിരിക്കും? സിലിണ്ട്രിക്കൽ ആയിരിക്കും. പോയിന്റ് ലൈറ്റ് സോഴ്സ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന വേവ് ഫ്രണ്ട് എങ്ങനെയായിരിക്കും? സ്പെറിക്കൽ ആയിരിക്കും. ഇത് രണ്ടും കൺഫ്യൂസ് ചെയ്യാതെ പഠിക്കുക. നിങ്ങളുടെ പരീക്ഷയിൽ ഒരു മാർക്കിന് ഇത് ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് വേവ് ഫ്രണ്ട് വിച്ച് ഈസ് ക്രിയേറ്റഡ് ബൈ എ പോയിന്റ് സോഴ്സ്? അതർവൈസ് what is the nature of wave front which is created by a linear source of light? ഒരു ലീനിയർ ലൈറ്റ് സോഴ്സ് ആണ് ലീനിയർ ലൈറ്റ് സോഴ്സ് എന്ന് വരുന്ന വേവ് ഫ്രണ്ട് എങ്ങനെയായിരിക്കും? സിലിണ്ട്രിക്കൽ ആയിരിക്കും. പോയിന്റ് ലൈറ്റ് സോഴ്സ് എന്ന് വരുന്ന വേവ് ഫ്രണ്ട് എങ്ങനെയായിരിക്കും? സ്പെറിക്കൽ ആയിരിക്കും. ഇത് കൺഫ്യൂസ് ചെയ്യരുത്. ഇപ്പൊ നമ്മൾ രണ്ട് വേവ് ഫ്രണ്ടിനെ കുറിച്ച് നോക്കി, സ്പെറിക്കൽ നോക്കി, അടുത്ത് നമ്മൾ നോക്കാൻ സിലിണ്ട്രിക്കൽ നോക്കി, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന പ്ലെയിൻ വേവ് ഫ്രണ്ടിനെ കുറിച്ചാണ്. പ്ലെയിൻ വേവ് ഫ്രണ്ടിന്റെ സോഴ്സ് എന്ന് പറയുന്നത് പാരലൽ റേസ് ഓഫ് ലൈറ്റ് ആണ്. ലൈറ്റ് റേസ് എങ്ങനെയായിരിക്കണം? പാരലൽ ആയിരിക്കണം. ഉദാഹരണം ഞാൻ വരച്ച് കാണിച്ചു തരാം. സോ പാരലൽ റേസ് ഓഫ് ലൈറ്റ് ആണ് ഞാൻ ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. ഈ പാരലൽ റേസ് ഓഫ് ലൈറ്റ് മൂലം ഉണ്ടാവുന്ന വേവ് ഫ്രണ്ട് എങ്ങനെയായിരിക്കും ഷേപ്പ് ഉണ്ടാവുക? ഷേപ്പ് എന്ന് പറയുന്നത് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും. പ്ലെയിൻ വേവ് ഫ്രണ്ട് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ പാരലൽ റേസ് ഓഫ് ലൈറ്റ്, ഈ ഓരോ ഇൻഡിവിജ്വൽ പാരലൽ റേസ് ഓഫ് ലൈറ്റും ഉണ്ടാകുന്ന വേവ് ഫ്രണ്ട് എങ്ങനെയാണ്? പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് പ്ലെയിൻ വേവ് ഫ്രണ്ടിന്റെ സോഴ്സ് എന്ന് പറയുന്നത് പാരലൽ റേസ് ആണ്. പാരലൽ റേസ് ആണ്. ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന പാരലൽ റേസ് ആണ് പ്ലെയിൻ വേവ് ഫ്രണ്ടിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പ്ലെയിൻ വേവ് ഫ്രണ്ട്, ഇത് സ്പെറിക്കൽ, മുൻപ് നമ്മൾ പഠിച്ചത് സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട്. സോ ഈ ടൈപ്പ് 3 കൈൻഡ് ഓഫ് വേവ് ഫ്രണ്ട്സ് വൃത്തിയായിട്ട് തറവായിരിക്കുക. എന്തായാലും ഇതിൽ നിന്ന് നമുക്കൊരു 2 മാർക്ക് എക്സ്പെക്ട് ചെയ്യാം. പരീക്ഷയിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഏതാണ് അതിന്റെ സോഴ്സ്, എന്താണ് വേവ് ഫ്രണ്ട്, ഇത് പക്കയായിട്ടിരിക്കാം. ക്ലിയർ? ഈ ചാപ്റ്ററിലുള്ള അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ് ഹ്യൂജൻസ് പ്രിൻസിപ്പിൾ. ഹ്യൂജൻസ് പ്രിൻസിപ്പിളിനകത്ത് ഈ പറയുന്ന വേവ് ഫ്രണ്ടിനെ റിലേറ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ആ രണ്ട് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ടെക്സ്റ്റിലുള്ള ഡെഫിനിഷൻസ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പരീക്ഷ ആകുമ്പോഴേക്കും മറന്നു പോകും. അല്ലെങ്കിൽ ഒരു കാര്യവും നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ അധികകാലം നിലനിൽക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഹ്യൂജൻസ് പ്രിൻസിപ്പിളിന്റെ രണ്ട് പോയിന്റ്സേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, പറയുന്നതിന് മുമ്പ് നമുക്ക് കൺസെപ്റ്റ് നോക്കാം. നമുക്കറിയാം ഒരു പോയിന്റ് സോഴ്സിൽ നിന്ന് ഉണ്ടാവുന്ന വേവ് ഫ്രണ്ട് എങ്ങനത്തെയാണ്? സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആണ്. നമുക്കറിയാം ഇതൊരു പോയിന്റ് സോഴ്സ് ആണ്. അതിൽ നിന്നുണ്ടാവുന്ന വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് സ്പെറിക്കൽ ആണ്. നമുക്കറിയാം ഇവിടെ നമ്മൾ മുഴുവനായിട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ഒരു പെർട്ടിക്കുലർ പോർഷൻസ് മാത്രം, അല്ലെങ്കിൽ ഒരു പോർഷൻ മാത്രം നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ പറയുന്ന പോയിന്റ് സോഴ്സ് ഉണ്ടാവും. ഇതിങ്ങനെയാണ് സ്പെറിക്കൽ ആയിട്ട് വരും. സോ അതിന്റെ ഞാനൊരു പെർട്ടിക്കുലർ പോർഷൻ മാത്രം കൺസിഡർ ചെയ്തു. ഈ പോയിന്റ് സോഴ്സ് ഉണ്ടാവുന്ന വേവ് ഫ്രണ്ടിന്റെ ഒരു പെർട്ടിക്കുലർ പോർഷൻ മാത്രമേ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തു. ക്ലിയർ ആവുന്നുണ്ടോ? സോ ഇതിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ്. ഇങ്ങനെ ഓരോ റേസ് വന്നിട്ടുണ്ട്. റേസ് ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇഷ്ടം പോലെ റേസ് ആയിരിക്കും.
വരുന്നത് അല്ലെ. ഇഷ്ടംപോലെ റേസ് ആണ് വരിക. മുൻപിൽ ചിത്രത്തിൽ നമ്മൾ 4-5 വരയെ വരച്ചിട്ടുള്ളൂ, അതുകൊണ്ട് 4-5 റേസ് അല്ല ഒരു പോയിന്റ് സോഴ്സ് നിന്ന് വരിക. അങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ അത് തെറ്റാണ്, അങ്ങനെ വിചാരിക്കരുത്. സോ ഇഷ്ടം പോലെ റേസ് വരും. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടാവുന്നതാണ് ഈ അങ്ങനെ ഉണ്ടാവുന്നതാണ് ഈ പറയുന്ന വേവ് ഫ്രണ്ട് എന്ന് പറയാം. ഈ സോഴ്സിൽ നിന്ന് ലൈറ്റുകൾ വന്നിട്ട് ഉണ്ടാവുന്ന ഈ പറയുന്ന വേവ് ഫ്രണ്ട്, അതിന്റെ വേവ് ഫ്രണ്ടിന്റെ ഒരു പോർഷൻ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനിയാണ് നമ്മുടെ കൺസെപ്റ്റ് വരാൻ പോകുന്നത്. ഈ വേവ് ഫ്രണ്ടിലെ എല്ലാ പോയിന്റുകളും, ഈ വേവ് ഫ്രണ്ടിൽ ഇഷ്ടം പോലെ പോയിന്റ് ഉണ്ട് കേട്ടോ. ഈ ലൈറ്റ് റേ വന്ന് മുട്ടുന്ന എല്ലാ പോയിന്റുകളും നമ്മൾ കൺസിഡർ ചെയ്യണം. ഇവിടെ നമുക്ക് ലിമിറ്റേഷൻ ഉള്ളത് കാരണം ഞാൻ കുറച്ച് പോയിന്റുകൾ വരച്ച് വെച്ചിട്ടുണ്ട്. ഈ വേവ് ഫ്രണ്ടിലെ എല്ലാ പോയിന്റുകളും സെക്കൻഡറി വേവ്ലെറ്റിന്റെ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. എഴുതി വെച്ചുതരാം. സെക്കൻഡറി വേവ്ലെറ്റ്. ഓക്കെ, ഇതിന്റെ പേര് വേവ് ഫ്രണ്ട് എന്നാണ് പേര്. നമ്മൾ പറയുന്നത് വേവ് ലെറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് സെക്കൻഡറി വേവ് ലെറ്റ്. ഒന്നുകൂടി പറഞ്ഞുതരാം. ഇത് വേവ് ഫ്രണ്ട്, ഇതിനെ പറയാം വേവ് ഫ്രണ്ട് എന്ന് പറയും. ഇതിനെ നമുക്ക് വേണമെങ്കിൽ പ്രൈമറി വേവ് ഫ്രണ്ട് എന്ന് പറയാം. പ്രൈമറി, ആദ്യത്തെ സോഴ്സ് അല്ലെങ്കിൽ ആദ്യത്തെ വേവ് ഫ്രണ്ട് എന്നതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? പ്രൈമറി എന്ന് പറയാം. സോ ഒന്നുകൂടി പറഞ്ഞുതരാം. പ്രൈമറി വേവ് ഫ്രണ്ടിലെ എല്ലാ പോയിന്റുകളും സെക്കൻഡറി വേവ്ലെറ്റിന്റെ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ഒന്നുകൂടി പറഞ്ഞുതരാം, വീണ്ടും പറഞ്ഞുതരാം, കാരണം നിങ്ങൾക്കൊന്ന് തറവാൻ വേണ്ടി ഞാൻ വീണ്ടും പറയുന്നത്. പ്രൈമറി വേവ് ഫ്രണ്ടിലെ എല്ലാ പോയിന്റുകളും സെക്കൻഡറി വേവ്ലെറ്റിന്റെ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. പ്രൈമറി വേവ് ഫ്രണ്ടിലെ എല്ലാ പോയിന്റുകളും സെക്കൻഡറി വേവ്ലെറ്റിന്റെ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അതാണ് നമ്മുടെ ഹ്യൂജൻസ് പ്രിൻസിപ്പിൾ ആദ്യത്തെ പോയിന്റ്. ഇനി ഇംഗ്ലീഷിൽ പറയട്ടെ. Every point on the primary wavefront act as a source of secondary wavelet. Act as a source of secondary wavelet. ഇപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്താണ് സെക്കൻഡറി വേവ്ലെറ്റ് എന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഞാൻ ഈ കൺസെപ്റ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ പോയിന്റുകളും സെക്കൻഡറി വേവ്ലെറ്റിന്റെ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളൂ. എന്താണ് സെക്കൻഡറി വേവ്ലെറ്റ് എന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ പറഞ്ഞു തരാം. സെക്കൻഡറി വേവ്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും പോയിന്റ് എടുത്താൽ അത് നിങ്ങൾക്ക് കൺഫ്യൂസ് ആവും. സോ അതുകൊണ്ട് ഞാൻ ഇത്രയും പോയിന്റ് എടുത്തിട്ടല്ല സെക്കൻഡറി വേവ്ലെറ്റ് പറയാൻ പോകുന്നത്. ഒരു 4-5 പോയിന്റുകൾ മാത്രം നമുക്ക് കൺസിഡർ ചെയ്യാം കേട്ടോ. സോ 4-5 പോയിന്റുകൾ മാത്രം കൺസിഡർ ചെയ്യാം. ഈ പോയിന്റ് എടുത്തു വെക്കാം. ഈ പോയിന്റും വീണ്ടും ഇതിൽ നിന്ന് എന്ത് ചെയ്യും? റേസ് പുറത്തു വരും. എല്ലാ വശത്തോട്ടും ഇതിൽ നിന്നും റേസ് പുറത്തു വരും. ക്ലിയർ ആവുന്നുണ്ടോ? ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്താൽ ഇതിൽ നിന്നും എല്ലാ വശത്തോട്ടും റേസ് പുറത്തു വരും. ക്ലിയർ? ഇങ്ങനെ ഉണ്ടാവുന്ന ഈ റേസും പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് CT എന്ന് പറയുന്ന പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ കവർ ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, അതിനെ നമ്മൾ എൻവലപ്പ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സെക്കൻഡറി വേവ്ലെറ്റ് എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ട്? എന്താ സെക്കൻഡറി വേവ്ലെറ്റ് എന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കുക. പ്രൈമറി വേവ് ഫ്രണ്ടിൽ നിന്ന് ഉണ്ടാവുന്ന പോയിന്റിൽ നിന്നും എല്ലാ ഡയറക്ഷനിലേക്കും റേസ് വരും. ആ എല്ലാ ഡയറക്ഷനിലേക്കും പോകുന്ന റേസ് CT എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ നമ്മൾ പോയിന്റുകൾ കൺസിഡർ ചെയ്തിട്ട് അതിനെ ഒരു എൻവലപ്പ് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? സെക്കൻഡറി വേവ്ലെറ്റ് എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ട്? വൃത്തിയായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കുക. പ്രൈമറി വേവ് ഫ്രണ്ടിന്റെ ലൈറ്റ് സോഴ്സുകൾ കൂട്ടിമുട്ടുന്ന എല്ലാ പോയിന്റും വീണ്ടും സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ആ സോഴ്സിൽ നിന്നും വീണ്ടും ലൈറ്റ് റേസ് എല്ലാ വശത്തോട്ടും പോകും. അതിനെ നമ്മൾ എൻവലപ്പ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? സെക്കൻഡറി വേവ്ലെറ്റ് എന്ന് പറയാം. ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഒന്നിൽ കൂടുതൽ സെക്കൻഡറി വേവ്ലെറ്റുകൾ കൺസിഡർ ചെയ്യാം കേട്ടോ. എന്നാലാണ് അടുത്ത പോയിന്റിലേക്ക് നിങ്ങൾക്കത് യൂസ്ഫുൾ ആവത്തുള്ളൂ. ക്ലിയർ? സോ ഞാനിവിടെ ഒരെണ്ണം കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫൈൻ. അപ്പൊ ഇത്രയും സെക്കൻഡറി വേവ്ലെറ്റുകൾ ഞാൻ വരച്ചു. ഒന്നാമത്തെ പോയിന്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എവറി പോയിന്റ് ഓൺ ദ പ്രൈമറി വേവ് ഫ്രണ്ട് ആക്ട് ആസ് എ സോഴ്സ് ഓഫ് സെക്കൻഡറി വേവ്ലെറ്റ്. ഈ പറയുന്ന സെക്കൻഡറി വേവ്ലെറ്റിന് ആവശ്യമുള്ള സോഴ്സ് ആയിട്ടാണ് പ്രൈമറി വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റും ആക്ട് ചെയ്യുന്നത്. ക്ലിയർ? ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഫിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഡിസ്റ്റർബിങ് ആവാൻ വേണ്ടിയിട്ടും അല്ല. ക്ലിയർ? ദെൻ അടുത്ത പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ്, സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് പറയുന്നത് വെച്ചാൽ ഈ പറയുന്ന സെക്കൻഡറി വേവ്ലെറ്റിന്റെ ഫോർവേഡ് ആയിട്ടുള്ള എൻവലപ്പ് എന്താണ്? ഇതാണ് ഞാനൊരു സെക്കൻഡറി വേവ്ലെറ്റ് എന്ന് വെക്കുക. സോ ഇതിന് രണ്ട് രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം, ഫോർവേഡും ബാക്ക്വേഡും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ വേവ് ഫ്രണ്ടുകൾ ഉണ്ടായിരിക്കുന്നത്. സോ ഇതിനകത്ത് ഞാൻ ഒന്നുകൂടി വീണ്ടും വരച്ചത് നിങ്ങൾ കൺഫ്യൂസ് ആവണ്ടെന്ന് പറഞ്ഞിട്ടാണ് പിന്നെയും വരച്ച് കാണിച്ചു തരുന്നത്. സോ ഈ പറയുന്ന സെക്കൻഡറി വേവ്ലെറ്റ്, ഇവിടെ ഈ ഒരു ഷേപ്പാണ്, ഞാൻ അതിന് സ്ട്രെയിറ്റ് ആയിട്ട് കാണിച്ചു തരുവാണ് കേട്ടോ, വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. ഈ പറയുന്ന സെക്കൻഡറി വേവ്ലെറ്റിന് രണ്ട് രീതിയിലുള്ള എൻവലപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഫോർവേഡും ബാക്ക്വേഡും. ഫോർവേഡ് എന്ന് പറഞ്ഞാൽ മുന്നോട്ടും, ബാക്ക്വേഡ് എന്ന് പറഞ്ഞാൽ പിൻപിലോട്ടും. സോ ഫോർവേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ, ബാക്ക്വേഡ് എന്ന് പറഞ്ഞാൽ പുറകിലോട്ടും.
സോ ഫോർവേഡ് ആയിട്ട് നമ്മൾ ഒരു എൻവലപ്പ് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വേവ് ഫ്രണ്ടിനെയാണ് നമ്മൾ എന്ത് പറയാ, സെക്കൻഡറി വേവ് ഫ്രണ്ട് എന്ന് പറയാം. ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മുടെ സെക്കൻഡറി വേവ്ലെറ്റിന്റെ ഫോർവേഡ് ആയിട്ട് ഒരു എൻവലപ്പ് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വേവ് ഫ്രണ്ടിനെയാണ് നമ്മൾ എന്താ പറയാ, സെക്കൻഡറി വേവ് ഫ്രണ്ട് എന്ന് പറയാം. ഇവിടെ എങ്ങനെയായിരിക്കും സെക്കൻഡറി വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്? ഇങ്ങനെയായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? സെക്കൻഡറി വേവ്ലെറ്റിനെ ഫോർവേഡ് ആയിട്ട് ഒരു എൻവലപ്പ് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ, സെക്കൻഡറി വേവ് ഫ്രണ്ട് എന്ന് പറയാം. ഈ 2 പോയിന്റ്സേ ഹ്യൂജൻസ് പ്രിൻസിപ്പിൾ പഠിക്കാനുള്ളൂ. സോ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഒന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത് വെച്ചാൽ എവറി പോയിന്റ് ഓൺ ദ പ്രൈമറി വേവ് ഫ്രണ്ട് ആക്ട് ആസ് എ സോഴ്സ് ഓഫ് സെക്കൻഡറി വേവ്ലെറ്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ ഫോർവേഡ് എൻവലപ്പ് ക്രിയേറ്റഡ് ബൈ എ സെക്കൻഡറി വേവ്ലെറ്റ് ഈസ് സെക്കൻഡറി വേവ് ഫ്രണ്ട്. അതായത് സെക്കൻഡറി വേവ്ലെറ്റിൽ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫോർവേഡ് എൻവലപ്പ് എന്തായിട്ട് ആക്ട് ചെയ്യും? സെക്കൻഡറി വേവ് ഫ്രണ്ട് ആയിട്ട് ആക്ട് ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 പോയിന്റ്സേ ഉള്ളൂ. പക്ഷെ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് ഈ ഡെഫിനിഷൻസ് മറന്നു പോകില്ല. അല്ലെങ്കിൽ ഡെഫിനിഷൻസ് മനപ്പാഠം വെച്ചാൽ എളുപ്പത്തിൽ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ ചാപ്റ്ററിലുള്ള അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ്, പരീക്ഷയിൽ ചോദിച്ചൊരു ടോപ്പിക്കാണ് റിഫ്ലക്ഷൻ ഓഫ് പ്ലെയിൻ വേവ്. പ്ലെയിൻ വേവിന്റെ റിഫ്ലക്ഷനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. സോ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ, അഥവാ റേ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചൊരു ടോപ്പിക്കാണ്. എന്താണ് റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ അതിനാവശ്യമുള്ള കാര്യം എന്താണ്? ഒരു റിഫ്ലക്റ്റിംഗ് സർഫേസ് ആണ് റിഫ്ലക്ഷന് ഏറ്റവും മെയിൻ ആയിട്ട് ആവശ്യം. ഒരു സർഫേസ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കില്ല? റിഫ്ലക്ഷൻ സംഭവിക്കില്ല. സോ ഞാനൊരു റിഫ്ലക്റ്റിംഗ് സർഫേസ് വരച്ചു. അടുത്തത് പ്ലെയിൻ വേവ് ആണ്. റിഫ്ലക്ഷൻ ഓഫ് പ്ലെയിൻ വേവ് അല്ലേ? സോ പ്ലെയിൻ വേവ് നമുക്കറിയാം, ഒരു സ്പെറിക്കൽ വേവ് ഫ്രണ്ടിന്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിന്റ് സോഴ്സ് ആണ്. അതുപോലെ തന്നെ ലീനിയർ ആയിട്ടുള്ള സോഴ്സ് എന്നാണ് സിലിണ്ടറിക്കൽ ആയിട്ടുള്ള വേവ് ഫ്രണ്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ പ്ലെയിൻ വേവ് ഫ്രണ്ട് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ സോഴ്സ് എന്തായിരിക്കണം? പാരലൽ റേസ് ആയിരിക്കണം. മുൻപ് നമ്മൾ പഠിച്ചു, പ്ലെയിൻ വേവ് ഫ്രണ്ട് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ സോഴ്സ് പാരലൽ റേസ് ആയിരിക്കണം. സോ പാരലൽ റേസ് വരയ്ക്കട്ടെ. ഞാൻ 2 പാരലൽ റേസ് വരയ്ക്കുകയാണ് കേട്ടോ. 2 പാരലൽ റേസ് ആണ്. ഫൈൻ. സോ ഈ 2 കൂടി ഞാനൊന്ന് ഇനീഷ്യലി ജോയിൻ ചെയ്ത് വെക്കാം. ഈ റേനെ നമ്മൾ എ, ഇതിനെ ബി എന്ന് ഞാൻ നെയിം ചെയ്യാണ്. ഇതിനെ എ, ഇതിനെ ബി എന്ന് നമ്മൾ നെയിം ചെയ്തു. അടുത്തത് ഇത് രണ്ടും ഈ പറയുന്ന സർഫേസിൽ കൂട്ടിമുട്ടാണ് കേട്ടോ. സോ ഈ 2 റേസും ഈ പാരലൽ റേസ് കൂട്ടി കണക്ട് ചെയ്യുന്ന പോയിന്റ് ഞാൻ എസ് എന്ന് കൊടുത്തു. ദെൻ ഇവിടെ രണ്ടും കൂട്ടിമുട്ടണം. ഇതിനെ ക്യൂ, ഇതിനെ ടി എന്ന് കൊടുത്തു. അതായത് 2 റേസും റിഫ്ലക്റ്റിംഗ് സർഫേസിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് ക്യൂവും ടിയും. 2 റേസും കണക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഈ പറയുന്ന എസ് വരച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ബാക്കി കാര്യങ്ങൾ, ഈ ആദ്യത്തെ എ എന്ന് പറയുന്ന റേ റിഫ്ലക്റ്റിംഗ് സർഫേസിൽ മുട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റിഫ്ലക്ഷൻ സംഭവിക്കും. സോ അത് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത് എഫ് എന്ന് കൺസിഡർ ചെയ്യാം. ബി എന്ന് പറയുന്ന റേ ടി എന്ന് പറയുന്ന പോയിന്റിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് പോകുന്നത് എച്ച് എന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എ എന്ന് പറയുന്ന റേ ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ തട്ടി റിഫ്ലക്ട് ചെയ്തിട്ട് എഫ് ആയി പോകുന്നു. ബി ടിയിൽ തട്ടി റിഫ്ലക്ട് ചെയ്തിട്ട് എച്ച് ആയി പോകുന്നു. ഇത്രയും കാര്യങ്ങൾ വളരെ ബേസിക് ആണ്. അടുത്തത് എസ് ടി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യാം. എസ് ടി എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ ലൈറ്റിന്റെ വെലോസിറ്റിയുടെ ഫോമിൽ നമുക്ക് എങ്ങനെ എഴുതാം? സി ടി എന്ന് എഴുതാലോ. എസ് ടി ഈക്വൽ ടു സി ടി എന്ന് എഴുതാം. സി ഇസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്, ടി ഇസ് ദ ടൈം ടേക്കൺ. ക്ലിയർ ആവുന്നുണ്ടോ? സോ എസ് ടി നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? സി ടി എന്ന് ഡിനോട്ട് ചെയ്യാം. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്, ഈ പറയുന്ന എസ് ടി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഞാൻ മെഷർ ചെയ്തിട്ട് ഈ പറയുന്ന ക്യൂയിൽ നിന്ന് കോമ്പസിൽ ഞാൻ ഒരു ആർക്ക് വരയ്ക്കാം. എസ് ടി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് ക്യൂയിൽ നിന്ന് ഞാൻ കോമ്പസിൽ ഒരു ആർക്ക് വരയ്ക്കുകയാണ് കേട്ടോ. ദെൻ ആ ആർക്ക് അവിടെ ഇരുന്നോട്ടെ. അടുത്ത ഇനി നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ കുറിച്ചൊക്കെ പറയാൻ പോകുന്നത്. ഞാൻ ക്യൂവിന് നോർമൽ ആയിട്ട് ഒരു ലൈൻ വരച്ചു. എ എന്ന് പറയുന്ന ഇൻസിഡന്റിലെ റേ വന്നിട്ട് ക്യൂവിൽ തട്ടുന്ന പോയിന്റിന് നമുക്ക് എന്ത് പറയാം? അല്ലെങ്കിൽ ആ ഒരു ആംഗിളിന് നമുക്ക് എന്ത് പറയാം? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ എന്ന് പറയാം. അപ്പോൾ ഈ പറയുന്ന ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് നമുക്ക് മുമ്പ് പഠിച്ചിട്ടുണ്ട്. സോ ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ എന്ന് പറയാം. സോ ബാക്കിയുള്ള റിമൈനിങ് ആംഗിൾ നമുക്ക് എന്ത് ഡിനോട്ട് ചെയ്യാം? 90 മൈനസ് ഐ. അതായത് ഞാൻ ഇവിടെ സിമ്പിൾ ആയിട്ട് വരച്ചു തരാം. സോ ഇത് ഐ ആണെങ്കിൽ ഇതെന്തായിരിക്കും? 90 മൈനസ് ഐ ആണ്. കാരണം ടോട്ടൽ ആംഗിൾ എത്രയാണ്? 90 ആണ്. സോ ഇത് ഐ, ഇത് 90 മൈനസ് ഐ. അടുത്തത് നോർമലിനെ ബേസ് ചെയ്ത് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് 90 മൈനസ് ഐ ആണെങ്കിൽ ഇത് എന്തായിരിക്കും? ഇത് ഐ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതെ, രണ്ടാമത്തെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത് 90 മൈനസ് ഐ ആണ്. ടോട്ടൽ 90 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഐ ആയിരിക്കും. അതുകൊണ്ടാണ് രണ്ടാമത്തെ കേസിൽ ഇതായി, ഇത് 90 മൈനസ് ഐ വന്നത്. വൃത്തിയായിട്ട് മനസ്സിലാക്കാം. അടുത്ത കാര്യം, രണ്ടാമത്തെ കേസിന്റെ ഇതേപോലെ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ എന്താണ്? ഇവിടെയും നമ്മൾ നോർമൽ വരച്ചു. സോ ഇതെന്താണ്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ആണ്. ഇത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ആണ്. ദെൻ അതിനുശേഷം ഞാനിവിടെ ഈ ലൈൻ, ഈ ആർക്ക് വരച്ച ലൈൻ എടുത്തിട്ട് ഞാൻ ഇവിടെ കണക്ട് ചെയ്യാണ്. ആർക്ക് വരച്ച ലൈൻ ഞാൻ ഇതിലോട്ട് കണക്ട് ചെയ്യുന്നു? ടി ആയിട്ട് കണക്ട് ചെയ്തു. സോ ഈ പറയുന്ന ആർക്ക് വരച്ച ലൈനും നോർമലും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? അത് 90 മൈനസ് ആർ ആയിരിക്കും. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. എന്താണ് 90 മൈനസ് ആർ എന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ആർക്ക്
ടീയിലോട്ട് കണക്ട് ചെയ്യുന്ന ലൈനും ഈ പറയുന്ന നോർമലും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 90 - R ആയിരിക്കും. കൺഫ്യൂസ് ആവുന്നതെന്ന് എനിക്കറിയാം, ഒന്നുകൂടി പറഞ്ഞുതരാം. ബി എന്ന് പറയുന്ന ലൈറ്റ് വന്നിട്ട് ടി എന്ന് പറയുന്ന പോയിന്റിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് പോകുന്നതാണ് എച്ച് എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ് ആർ എന്ന് പറയുന്നത്. അടുത്ത കാര്യം, നോർമൽ ഉണ്ട്. ദെൻ ഈ പറയുന്ന ആർക്ക് വരച്ച ലൈൻ ഞാൻ കൊണ്ടുവന്നിട്ട് ടിയിൽ കണക്ട് ചെയ്തിരിക്കുന്നു. സോ ഇത് ആർ ആണെങ്കിൽ ഇത് 90 - R ആയിരിക്കില്ലേ? വരച്ച് കാണിച്ചു തരാം. സോ ഇത് 90 ഡിഗ്രി, ഞാൻ ഇങ്ങനെ വളഞ്ഞ സ്ട്രേറ്റ് ആയിട്ട് വരയ്ക്കുകയാണ്. 90 ഡിഗ്രി ആണ്. സോ ഇത് എത്രയാണ്? ഇത് ആർ ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 90 - R ആയിരിക്കും. അത് തന്നെയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇത് ആർ ആണ്. സോ ഇത് 90 - R ആണ്. ക്ലിയർ? പിന്നെ ഇതേ കൺസെപ്റ്റ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഈ ഹോൾ ആംഗിൾ എത്ര വരും? ഇതും ആറായിട്ട് വരും. ഹോൾ ആംഗിൾ ആറായിട്ട് വരും. ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെയും കേട്ടോ. ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും നമ്മൾ എടുത്തിരിക്കുന്നത്. നോർമൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഇത് ആറാണ്, ഇതും ആറായിരിക്കും. ഇതായി ഇത് ഐ ആണ്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. കൺഫ്യൂസ് ചെയ്യരുത് കേട്ടോ. ദെൻ ഇനി നമ്മൾ ഡെറിവേഷനിലോട്ട് കടക്കുകയാണ്. ഡെറിവേഷൻ പറഞ്ഞാൽ വളരെ കുഞ്ഞു ഡെറിവേഷൻ ആണ്. ആദ്യം നമ്മൾ സൈൻ ഐ കണ്ടുപിടിക്കുകയാണ്. നമുക്കറിയാം സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഈ ഐ എന്ന് പറയുന്നത് ഈ പോയിന്റ് മാത്രമല്ല ഹോൾ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഐ എന്ന് പറയട്ടെ. ഞാൻ ഇത് മാത്രം മാർക്ക് ചെയ്തിരുന്നു, അത് തെറ്റാണ്. കംപ്ലീറ്റ് ആയിട്ടുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുക? ഐ ആണ്, ഐ എന്ന് പറയട്ടെ. സോ സൈൻ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? വൃത്തിയായിട്ട് നോക്കിക്കോ. എസ് ടി ഡിവൈഡ് ഹൈപ്പോട്ടന്യൂസ് എന്താണ്? ക്യൂ ടി ആണ്. ട്രയാങ്കിൾ മനസ്സിലാവുന്നുണ്ടോ? ട്രയാങ്കിൾ ഇങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ. ഇതാണ് ഐ, ഇത് എസ്, ഇത് ടി, ഇത് ക്യൂ. ക്ലിയർ? സോ ഐ സൈൻ ഐ ഈക്വൽ ടു എസ് ടി ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ക്യൂ ടി ആയിട്ട് എടുക്കണം കേട്ടോ. സോ എസ് ടി ഡിവൈഡ് ബൈ ക്യൂ ടി എന്ന് വരും. ആംഗിൾ ഐ ഈക്വൽ ടു എസ് ടി ഡിവൈഡ് ബൈ ക്യൂ ടി എന്ന് വരും. ക്ലിയർ? അടുത്തത് സൈൻ ആർ നമുക്ക് കൺസിഡർ ചെയ്യാം. സൈൻ ആർ. അപ്പൊ ആറിന്റെ കേസിൽ നമുക്ക് ഇതുപോലെ എടുക്കണ്ടേ? ആറിന്റെ കേസിൽ എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ത് വരും? ഇതേപോലെ തന്നെ ഏതായിട്ട് എടുക്കും? ഇതിന് നെയിം ചെയ്തിട്ടില്ല, ഇതിന് ഞാൻ W എന്ന് കൊടുക്കുകയാണ് നോക്കി. സോ QW divided by QT എന്ന് വരും. QW divided by QT എന്ന് വരും. വൃത്തിയായിട്ട് മനസ്സിലാക്കാം. QW divided by QT എന്ന് വരും. ദെൻ അടുത്ത് നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. രണ്ടും കൂടിയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ സൈൻ ഐ ഡിവൈഡഡ് ബൈ സൈൻ ആർ ഈക്വൽ ടു എസ് ടി ഡിവൈഡഡ് ബൈ ക്യൂ ടി ഹോൾ ഡിവൈഡഡ് ബൈ WQ ഡിവൈഡഡ് ബൈ QT എന്ന്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം WQ യും എസ് ടിയും തമ്മിലുള്ള റിലേഷൻ ആണ്. രണ്ടും ഒന്ന് തന്നെയല്ലേ നമ്മൾ മെഷർ ചെയ്തിരിക്കുന്നത്. സോ രണ്ടും ഈക്വൽ ആണ്. അപ്പൊ WQ ഈക്വൽ ടു എസ് ടി എന്ന് എഴുതാം. WQ ഈക്വൽ ടു എസ് ടി. ന്യൂമറേറ്റർ കൊണ്ടുപോകുമ്പോൾ എന്താവും? എസ് ടി ഡിവൈഡഡ് ബൈ ക്യൂ ടി ഈക്വൽ ടു WQ ന് വരെ എസ് ടി തന്നെ കൊടുക്കാമല്ലോ. സോ ക്യൂ ടി ഡിവൈഡഡ് ബൈ ഇവിടെ ഇൻറ്റു ആണ്, ഇൻറ്റു എസ് ടി എന്ന് തന്നെ കൊടുത്തു. കാരണം മനസ്സിലാക്കുക WQ ഈക്വൽ ടു എസ് ടി ആണ്. സോ ഇതെല്ലാം എന്ത് ചെയ്യും? പരസ്പരം ക്യാൻസൽ ആണ്. ഈക്വൽ ടു 1 എന്ന് വരും. സോ നമ്മുടെ ഫൈനൽ ആൻസറിലോട്ട് കടക്കുകയാണ് നമ്മൾ ഇനി. Therefore, sin I divided by sin R equal to 1 എന്ന് വന്നു. Hence, sin I equal to sin R എന്ന് എഴുതാം. Sin I divided by sin R equal to 1 ആണെങ്കിൽ sin I equal to sin R. Therefore, angle I equal to angle R എന്ന് വരും. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഈ പറയുന്ന സിമ്പിൾ കൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തത്. ഈ പറയുന്ന സ്റ്റെപ്സ് എല്ലാം വളരെ സിമ്പിൾ ആണ്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് ഈ പറയുന്ന ആംഗിൾസ് ആണ്. ആംഗിൾസ് വളരെ കൺഫ്യൂസിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഒരു തവണ അല്ലെങ്കിൽ 2 തവണ വീഡിയോസ് കാണാം, അല്ലെങ്കിൽ ആ പോർഷൻ മാത്രം ഒന്ന് വൃത്തിയായി കണ്ടാൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവും. ആംഗിൾ ഐ ഈക്വൽ ടു ആംഗിൾ ആർ, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇതിനാണ് ഇത്രയും വലിയ ഡെറിവേഷൻ അല്ലെങ്കിൽ ഇത്രയും വലിയ ഡയഗ്രാം വരച്ച് നമ്മൾ ചെയ്തു.